ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا مريم إن الله اصطفاك وطهرك واصطفاك على نساء العالمين. يا مريم اقنتي لربك واسجدي واركعي مع الراكعين. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ റമളാൻ സ്വീകരിക്കപ്പെടാൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രണ്ടു കാര്യങ്ങൾ, അവ ഉണ്ടായിത്തീരാൻ ഈമാനും ഇഹ്തിസാബും, അതുണ്ടായിത്തീരാൻ നമ്മുടെ അമലുകളിൽ, നോമ്പടക്കമുള്ള അമലുകളിൽ നാം ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള 5 വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, എന്തിന് ഞാനിത് ചെയ്യുന്നു എന്ന ചോദ്യം പ്രധാനമാണ്. രണ്ടാമത്തേത്, പ്രവർത്തനങ്ങൾക്കിടയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. മൂന്നാമത്തേത്, ചെയ്യുന്ന പ്രവൃത്തിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കൽ. അത് വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ നമുക്ക് അമലുകൾ ചെയ്യാൻ താല്പര്യമുണ്ടാവുകയുള്ളൂ. നാലാമത്തേത്, ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പ്രാധാന്യം. അഞ്ചാമത്തേത്, ആ പ്രവർത്തനം ഒഴിവാക്കിയാൽ ഉണ്ടാകാനുള്ള ഭവിഷ്യത്തുകൾ. 5 കാര്യങ്ങളാണ് നാം സംസാരിച്ചത്. ആറാമത്തെ വിഷയം തശ്ജീഅ അഥവാ പ്രോത്സാഹനമാണ്. ആരെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്? 2 തരം പ്രോത്സാഹനമുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ മനസ്സിനെ പ്രോത്സാഹിപ്പിക്കണം. 2, എൻ്റെ കൂടെയുള്ള, ഒപ്പമുള്ള, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ വളർത്തുന്ന എല്ലാവരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കണം. എന്താണ് പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, നമ്മളൊരു നല്ല കാര്യം ചെയ്തു എന്ന് വെക്കുക. ആ നല്ല കാര്യത്തെ നമ്മുടെ ഒരു നല്ല സുഹൃത്ത് നോക്കിക്കാണുകയും അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് നമ്മോട് പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം, അത് ആ പ്രവർത്തനം നാം ചെയ്യാൻ അനുഭവിച്ച
പ്രയാസത്തിന്റെ തോതനുസരിച്ച് ആനന്ദം വർദ്ധിക്കും. കഠിനമായി പ്രയാസം ചെയ്തിട്ടാണ്, ഭയങ്കര പ്രയാസമുണ്ട് ആ പ്രവൃത്തി ഞാൻ ചെയ്യുന്നതിൽ, അത് കണ്ട അയാൾ എന്നെ അഭിനന്ദിച്ചാൽ എൻ്റെ മനസ്സിൽ വല്ലാത്ത ആനന്ദമുണ്ടാകും. ആ ആലോചിച്ച് നോക്കൂ, ആ പ്രവർത്തനം അതിൽ കുറച്ച് ഈമാനും കൂടി കലർന്ന്, അയാൾ പ്രോത്സാഹിപ്പിച്ച ആ സംസാരത്തിൽ കുറച്ച് ഈമാനും കൂടി കലർന്ന് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കൂടി നടത്തിയാലോ അത്യത്ഭുതമായിരിക്കും അതിൻ്റെ ഫലം. ഉദാഹരണം, നമ്മളൊരു നല്ല കാര്യം ചെയ്തു, നല്ല കാര്യം ചെയ്തപ്പോൾ ഒരാൾ അത് കണ്ട് അയാൾ പറഞ്ഞു നമ്മളോട്, നിനക്കും നിന്റെ മാതാപിതാക്കൾക്കും അല്ലാഹു ഈ പ്രവർത്തനം മുഖേന പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ, നമുക്കറിയാം നമ്മുടെ മനസ്സിൽ ആ പ്രാർത്ഥന, എനിക്ക് വേണ്ടി എൻ്റെ ഒരു സഹോദരൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അല്ലാഹു കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം വലുതായിരിക്കും. ഇത്തരം പ്രോത്സാഹനം രണ്ട് രൂപത്തിൽ വേണം. ഒന്ന്, ഞാൻ എൻ്റെ മനസ്സിനോട് നടത്തണം, മനസ്സിനെ ഞാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം, ചെയ്യണം, അത് ചെയ്യണം, ചെയ്തത് നന്നായിട്ടുണ്ട്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, ഇനിയും നീ അങ്ങനെ ചെയ്യണം എന്ന് മനസ്സിനോട് പറയാം. രണ്ടാമത്തേത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളോട്, മക്കളോട്, സുഹൃത്തുക്കളോട്, സഹപ്രവർത്തകരോട്, കൂടെ ജീവിക്കുന്നവർ, ഇവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ചെയ്താൽ എത്ര നന്ന് അവരോട് പറയാം, അതെത്ര നല്ല കാര്യമാണ്, എന്താ നീ അത് ചെയ്യാതിരുന്നത്, അതിലൊരു പ്രോത്സാഹനമുണ്ട്, അത് ചെയ്താൽ നിനക്ക് അത് കിട്ടൂലേ, ഇന്നത് കിട്ടും. ആലോചിച്ച് നോക്കൂ, മക്കളെ നമ്മൾ വളർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ്. സാധാരണ ഭൗതികമായ വിഷയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കാൻ പോണ ചെറിയ കുട്ടികളോട് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, നീ അത് പഠിച്ചാൽ ഞാൻ ഇത് വാങ്ങിത്തരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സ് ആ പ്രോത്സാഹനത്തിൽ തങ്ങി നിൽക്കും. അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കണം. 7ാമത്തെ വയസ്സാകുമ്പോൾ നിസ്കരിക്കണം എന്ന് മക്കൾ, പക്ഷെ ഒരു 5ാമത്തെ വയസ്സ് മുതൽ നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. ഞാൻ നിസ്കരിച്ചാൽ ഉപ്പ നിനക്ക് ഇന്നത് തരും, കൊടുക്കും വേണം. കാരണം ആ ചെറിയ പ്രായത്തിലൊക്കെ കൊടുക്കേണ്ട ഈ ചെറിയ കാര്യങ്ങളായിരിക്കും. കൊടുക്കുന്ന വിഷയത്തിന്റെ വലുപ്പല്ല, നിങ്ങൾ കൊടുക്കുന്ന സമ്മാനത്തിന്റെ വലുപ്പല്ല. കുട്ടിയുടെ മനസ്സിൽ ചെറുതാണെങ്കിലും ആ സമയത്ത് അത് വലുതായിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ചെറിയ ചെറിയ സംഗതി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ ഗുണം ഉണ്ടാക്കാൻ. പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ഭാര്യമാര്, നമുക്കറിയാം നമ്മൾ ഇവിടെയാണ്, നമ്മുടെ കുടുംബം നാട്ടിലാണ്, മക്കളൊക്കെ നാട്ടിലാണ്. നമ്മുടെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ജീവി ഏതെന്ന് ചോദിച്ചാൽ പ്രവാസിയുടെ കാര്യമായിരിക്കും. ഒരു സംശയ കാര്യമില്ല. അവർ ചെയ്യുന്ന പ്രവർത്തനം വളരെ വലുതാണ്. മക്കൾ, നമ്മൾ ചെയ്യേണ്ട പല പണി അവരാണ് ചെയ്യുന്നത്. മക്കളെ നോക്കുന്നത്, സ്കൂളിൽ കൊണ്ടുവയ്ക്കുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും, രോഗം വന്ന ഡോക്ടർ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. നമ്മളാകട്ടെ, പുരുഷന് ഒരു പ്രമാണിത്വമുണ്ട്, സ്വാഭാവികമാണ്, അവന്റെ രക്തത്തിൽ കലർന്നതാണ് ആ പ്രമാണിത്വം. പക്ഷെ ആ പ്രമാണിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പുരുഷൻ എപ്പോഴും അവർ ചെയ്തതൊക്കെ ചെറുതായി കാണും. അതൊക്കെ ഒരു വലിയ വിഷയമാണ്, ഞാൻ അതിനേക്കാൾ ഇവിടെ അധ്വാനിക്കണല്ലേ, നീ അധ്വാനിക്കേണ്ടവനാണ്, പുരുഷൻ അധ്വാനിക്കേണ്ടവനാണ്, അതൊരു വലിയ വിഷയമായി ആരോടും പറയണ്ട. നേരെ മറിച്ച് നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾ ചെയ്യേണ്ടതില്ലാത്ത പല കാര്യങ്ങളും അവർ ചെയ്യണം. അവർ ചെയ്യുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അവരെ നാം പ്രോത്സാഹിപ്പിക്കണം. നീ അത് ചെയ്യുമ്പോൾ ഭൗതികമായ ഗുണം മാത്രമല്ല, പരലോക ഗുണം നിനക്ക് ലഭിക്കും. നിന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകണം, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നീ അത് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ അതിൽ രണ്ടും കലരും, രണ്ട് സംഗതിയും കലരും, അത് വലിയ ഗുണം ചെയ്യും. ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇത്തരം പ്രോത്സാഹനങ്ങൾ ഒരിക്കലും അതിര് കവിഞ്ഞു പോകും. അതിര് കവിഞ്ഞാൽ രണ്ട് ദോഷമുണ്ടാകും. ഒന്ന്, ഞാൻ എന്നെക്കുറിച്ച് ഇങ്ങനെ നല്ലത് കുറെ പറഞ്ഞാൽ എന്റെ മനസ്സിലൊരു ആത്മപ്രശംസ ഉണ്ടാവുകയും ഞാൻ തരക്കെടില്ല എന്ന് എനിക്ക് മനസ്സിൽ തോന്നുകയും അത് അഹങ്കാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളിപ്പോൾ ഒരാളെ പുകഴ്ത്തുകയാണെങ്കിലും, സുല്ല പറഞ്ഞല്ലോ, പുകഴ്ത്തുന്നവന്റെ എന്താണ് വായിലേക്ക് മണ്ണ് വാരിയിടണം എന്ന് പറഞ്ഞു. അത് ഈ തരം പുകഴ്ത്തല. ഏത് അനാവശ്യമായ പുകഴ്ത്തി മുമ്പേ അങ്ങനെ ഒരു കൊമ്പുമ കയറ്റുന്ന രീതി അത് പാടില്ല. നേരെ മറിച്ച് നമ്മുടെ പുകഴ്ത്തൽ എന്തിനായിരിക്കണം? അവനെ ഒരു എനർജറ്റിക് ആക്കാനായിരിക്കണം.
അതിനായിരിക്കണം. ചിലപ്പോൾ പലപ്പോഴും പവർ പോയ ബാറ്ററി മാതിരി ആയിട്ടുണ്ടാവും മനുഷ്യൻ. ആ മനുഷ്യന് പവർഫുൾ ആക്കാൻ ചിലപ്പോൾ ഒരു വാക്ക് വരും. നമ്മളെ കുട്ടികളെയും കുടുംബത്തെയൊക്കെ പ്രത്യേകിച്ചു മതിയാവും. അത് നമ്മൾ ചെയ്യണം. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കുകയും വേണം. അത് ഭൗതികമായ വിഷയങ്ങളിൽ പോലുമുള്ള പ്രോത്സാഹനങ്ങൾ അപ്രകാരമാണ്. നമുക്ക് പരിശുദ്ധ ഖുർആനിലേക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശൈലി ഖുർആനിൽ ധാരാളമായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നല്ല ഒരു കാര്യം സമൂഹത്തെ പഠിപ്പിക്കാൻ അള്ളാഹു വിളിക്കുന്ന വിളി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ. എന്താണ് ആ വിളി? എന്താ വിളി? ആ വിളിയുടെ ആശയം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താ? ഈമാൻ എന്ന സിഫത്തിനെ നമ്മളിലേക്ക് അള്ളാഹു ചേർക്കാൻ, നമ്മളല്ല. ഈമാൻ എന്ന സിഫത്തിനെ അള്ളാഹു നമ്മളിലേക്ക് ചേർക്കണം. അതിന്റെ ഗൗരവം ആലോചിച്ച് നോക്കൂ. നമ്മളാരെങ്കിലും എവിടെ മൂമിനെന്ന് വിളിക്കുന്ന മാതിരി അല്ലത്. ഇത് വിളിച്ചതാരാ? അള്ളാഹുവാണ്. ഈമാൻ നൽകേണ്ടത് അള്ളാഹുവാണ്. ഈമാൻ ഉണ്ടാകേണ്ടത് അള്ളാഹുവിലാണ്. ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിനോടാണ് നാം ഈമാൻ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ കാമിലൻ. നമ്മൾ അള്ളാഹിനോട് ചോദിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ്. ഇതൊക്കെ അള്ളാഹിനോട് ചോദിക്കണേ. ആ തരേണ്ട അള്ളാഹു നമ്മളെ വിളിക്കണേ യാ അയ്യുഹല്ലദീന ആമനൂ. പ്രോത്സാഹിപ്പിക്കണം അല്ലാഹു. എന്നിട്ടാ പറയണത് ഇദാ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തന്നാലെ നമ്മൾ നോമ്പ് നോറ്റു, അറിയാതെ നോമ്പ് നോറ്റു. കാരണം എന്താ? അങ്ങനത്തെ സ്നേഹമാണ് അള്ളാഹു നമ്മളോട് കാണിച്ചിട്ടുള്ളത്. ആ പ്രോത്സാഹനമാണ് യഥാർത്ഥത്തിൽ ആവശ്യം. പക്ഷെ നമുക്ക് ഈ അയ്യുഹല്ലദീന ഒന്നും ഉണ്ടാക്കൂല. ഇതിന്റെ കാരണം എന്താ അറിയോ? നമുക്ക് മനസ്സിലായിട്ടില്ല എന്താണ്. ഇതുവരെ അയ്യുഹല്ലദീന ആമനു എന്നുള്ള ആയത്ത് എവിടെയെങ്കിലും നോക്കിയിട്ട് അതിന്റെ ഒരു തഫ്സീർ നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. അഗാധമായി അത് പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ അയ്യുഹല്ലദീന ആമനു ഒന്നും ഉണ്ടാക്കാത്തത്. നോക്കി നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. യാ അല്ലാഹ്, എന്താണ് ആ വാക്ക്? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അർത്ഥം പറയണ്ടല്ലോ, എത്ര കൃത്യമാണ്. അത് പറയുന്നത് എന്ത് വിളിച്ചിട്ടാ? യാ അയ്യുഹല്ലദീന ആമനു. അത് ഭയങ്കര വാക്കാണത്. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി തന്റെ റബ്ബിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് അള്ളാഹു വിളിക്കുന്നത്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതേപോലെ നിങ്ങൾ ചില കാണാൻ ഖുർആനിൽ അള്ളാഹുവിലേക്ക് ചേർത്തി വിളിക്കണം. അള്ളാഹു യാ ഇബാദി, യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കും. എന്റെ അടിമകളെ, എന്റെ അള്ളാഹുവിലേക്ക് ചേർത്ത് വിളിക്കുക. നമുക്കൊക്കെ അറിയാലോ ഇതിന്റെ ഭൗതികമായ ഉദാഹരണങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊരു കുട്ടീനെ നല്ല പേരുകൊണ്ട് വിളിച്ചാൽ അവന് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഓടി വരും അല്ലേ? നല്ല പേരുകൊണ്ട് വിളിച്ചാൽ. നമ്മളിലേക്ക് ചേർത്ത് വിളിച്ചാലോ, ഓ ഉമ്മാന്റെ കുട്ടിയല്ല എപ്പന്റെ കുട്ടിയാണ്, ഭയങ്കര ഇഷ്ടമായിരിക്കും. നോക്കിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രീതി. ഇനി നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ജൂതന്മാരെ കുറിച്ച്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ആര്? ജൂതന്മാർ. ഖുർആൻ വളരെ പച്ചയായി പറഞ്ഞിട്ടുണ്ട്, ഒരു സംശയമൊന്നും ആർക്കും ഇല്ല. പക്ഷെ എന്നാൽ പോലും ഒരു ജൂതൻ എന്ന് ഖുർആൻ വിളിച്ചിട്ടില്ല. അള്ളാഹു അവിടെ അള്ളാഹു ജൂതന്മാരെ മുഴുവൻ വിളിച്ചതെന്താ? യാ ബനി ഇസ്രായീൽ, യാ ബനി ഇസ്രായീൽ. ആരാണ് ഇസ്രായീൽ? ഇസ്രായീൽ എന്ന് പറഞ്ഞ ഒരു നബിയുടെ പേരാ അല്ലേ? ഇസ്രായേലിന്റെ മക്കളെ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന മഹാനായ പ്രവാചകന്റെ മക്കളെ. നോക്കി നിങ്ങൾ, ശത്രുക്കളോട് പോലും ഖുർആനിന്റെ രീതി, അള്ളാഹുവിന്റെ സ്വഭാവം എന്താ? വളരെ ഗ്രാജുവലായി, ക്രമാനുഗതമായി എത്ര കടുപ്പമുള്ള ശത്രുവും എത്ര എതിരാളിയും അയാളോട് നാം സ്വീകരിക്കേണ്ട രീതിയാണ് അള്ളാഹു അവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇസ്രായേലിന് വെറുതെ വിളിച്ചാണ്ട് പോയക്കല്ല അള്ളാഹു. അവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ആദർശ രംഗത്തുള്ള നമ്മുടെ കടുത്ത ശത്രുവിനോട് പോലും നമ്മുടെ രീതി, പ്രോത്സാഹനത്തിന്റെ രീതി, ബശ്ശിറു വലാ തുനഫിറു. റസൂലുള്ളാഹി പറഞ്ഞില്ലേ,
നിങ്ങൾ ഒരിക്കലും വെറുപ്പുണ്ടാക്കേണ്ടവരല്ല, സന്തോഷമുണ്ടാക്കേണ്ടവരാണ്. നമ്മൾ വെറുപ്പുണ്ടാക്കിയ ആളുകളാണ് പോവുക എന്നല്ലാതെ എന്തുണ്ടാവും? ഗുണുണ്ടാവും? ഖുർആന്റെ രീതി നോക്കുക. യാ ബനി ഇസ്രായേൽ, പ്രാമാണികമായ തഫ്സീറുകൾ പരിശോധിച്ച് നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനു യാ ബനി ഇസ്രായേൽ, ഈ രണ്ട് സംബോധനകളുടെയും സ്ഥലത്ത് വന്ന വർണ്ണനകൾ മനുഷ്യൻ വായിച്ചാൽ തീരാത്തതും അവന്റെ ഭാവനകൾക്ക് ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ലാത്തതും അത്ര വലുതാണ്. കാരണം വിളിച്ചത് അല്ലാഹുവാണ്, ഉപയോഗിച്ചത് അല്ലാഹു. ഞാൻ ഓതി വെച്ച സൂറത്ത് ആലി ഇമ്രാനിലെ നമ്മൾ നേരത്തെ പഠിച്ച 2 ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു മലക്കുകളുടെ നാവിലൂടെ അല്ലാഹു മറിയം ബീവിയോട് ഒരു കാര്യം പറയാം. മലക്കുകൾ ആ പറയുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യം തന്നെ എന്താ പറഞ്ഞത്? അള്ളാഹുവിന് പറയേണ്ട വിഷയം അടുത്ത ആയത്തിൽ പറയുന്നതാ. പക്ഷെ ആദ്യത്തെ ആയത്ത് എന്താ? യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. അല്ലയോ മറിയം, തീർച്ചയായും അള്ളാഹു താങ്കളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു, താങ്കളെ അള്ളാഹു പരിശുദ്ധമാക്കിയിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ സ്ത്രീകളെക്കാളും അള്ളാഹു താങ്കളെ പരിശുദ്ധമാക്കിയിരിക്കുന്നു. ശക്തിയുള്ള പ്രോത്സാഹനം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി ആ മനസ്സിനോട്, ആ മനുഷ്യനോട് എന്തു പറഞ്ഞാലും എന്താവും? അറിയാലോ നിങ്ങൾക്ക് മറിയം ബീവിയുടെ മാനസികാവസ്ഥ, മറിയം ബീവി അനുഭവിച്ച മാനസിക ക്ലേശം. ഭൂലോകത്ത് ഒരു സ്ത്രീക്ക് അനുഭവിക്കാനുള്ള ഏറ്റവും കടുപ്പമുള്ള അവസ്ഥ അല്ലെ? ഖുർആന്റെ പ്രയോഗവും അങ്ങനെ തന്നെ, ഏറ്റവും കടുപ്പമുള്ള അവസ്ഥ. കാരണം എന്താ? വിഷയം വിശദീകരിക്കണ്ടല്ലോ. ആൾക്കാരതിലേക്ക് ചെല്ലുന്നത് ഗർഭം ചുമന്നുകൊണ്ടാണ് അല്ലെ? ഏത് ഒരു നന്നായി ജീവിച്ച ഒരു കുടുംബത്തിലെ നല്ല പാരമ്പര്യമുള്ള ഒരു തറവാട്ടിലെ പെണ്ണാണ് മറിയം. പക്ഷെ ആ മറിയമിന്റെ ആ സന്ദർഭത്തിലുള്ള ആളുകളുടെ കുത്തുവാക്കുകളുടെയും ക്രൂരമായ ഉപയോഗങ്ങളുടെയും വാചകങ്ങളുടെയും ഒക്കെ ഇടയിൽപ്പെട്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന മറിയമിനോട് അള്ളാഹുവിന്റെ വാക്ക് ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. സൂറത്ത് ആലി ഇംറാനിലെ 42-ാമത്തെ വചനം. അടുത്ത വചനം അതാണ് അള്ളാഹ്ക്ക് പറയാനുള്ള കാര്യം. അതുകൊണ്ട് യാ മറിയം മറിയം ബീവി അള്ളാഹു ഉദ്ദേശിക്കുന്ന മൂശയിലിട്ട് മാറ്റുകയാണ്. കാരണം മറിയം ബീവിക്ക് ചെയ്യാനുള്ളത് ഗൗരവമുള്ള ഉത്തരവാദിത്തമാണ്. ഗൗരവമുള്ള ഉത്തരവാദിത്തം. ലോക ചരിത്രത്തിലില്ലാത്ത ഒരു അത്ഭുതമാണ് മറിയമിലൂടെ നടക്കേണ്ടത്. അതിന് മറിയമിന് കരുത്ത് വേണം, ശക്തി വേണം. സാധാരണ മറിയമിന് അത് പറ്റൂല. അതുകൊണ്ട് മറിയമിന് കരുത്ത് നൽകുകയാണ്. അതുകൊണ്ട് മറിയമേ നിന്റെ റബ്ബിന്റെ മുമ്പിൽ നീ കീഴടങ്ങണം, കീഴൊതുങ്ങണം. റബ്ബിന്റെ കൽപ്പന എന്താണോ അതേപടി നീ അനുസരിക്കണം. നിനക്ക് വിഷമമുണ്ടാകരുത്. നീ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കണം, നീ റുക്കൂഅ് ചെയ്തുകൊണ്ടേയിരിക്കണം, റുക്കൂഅ് ചെയ്യുന്നവരുടെ കൂടെ ഒക്കെ നിങ്ങൾ കരുത്തുണ്ടാക്കുകയാണ് മറിയം ബീവിക്ക്. ഏതിലൂടെ? പ്രോത്സാഹനത്തിലൂടെ. പ്രോത്സാഹനത്തിന് കരുത്തുണ്ടാകും. ഏതുപോലെ? നിരുത്സാഹപ്പെടുത്തിയാൽ കരുത്ത് നഷ്ടപ്പെടുന്നത് പോലെ. ഉദാഹരണം പറയണ്ടല്ലോ. നിരുത്സാഹപ്പെടുത്തിയാൽ കരുത്ത് മനുഷ്യന് നഷ്ടപ്പെടും. അതിന്റെ നേരെ വിപരീതം കരുത്തുണ്ടാകും. മറിയം അലൈഹിസ്സലാമിന് ഈസ എന്ന അത്ഭുതം ലോകത്തുണ്ടാകാൻ പടച്ച റബ്ബ് വിധിച്ചത് മറിയമിലൂടെയാണ്. ആ മറിയമിന് നല്ല കരുത്തുണ്ടാകണം, ശക്തി ഉണ്ടാകണം. ആ ശക്തി ഉണ്ടാകണമെങ്കിൽ ഈ രൂപത്തിലുള്ള അവസ്ഥ വേണം. സാധിച്ചല്ലോ. നിങ്ങൾ ആലോചിച്ചു. മറിയം അലൈഹിസ്സലാമിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. മറിയം അലൈഹിസ്സലാമിന് വേദന വന്ന്, പ്രയാസം, പ്രസവത്തിന്റെ വേദന വന്ന് നൊമ്പരത്തിൽ ആകെ പ്രയാസപ്പെടുന്ന സമയത്ത് അള്ളാന്റെ കൽപ്പനയാണ്, പൊയ്ക്കോ, എന്നിട്ട് ആ കാണുന്ന ഈത്തപ്പന മരത്തിന്റെ താഴെ വിശ്രമിക്ക്. പ്രയാസം വരുമ്പോ ആ ഈത്തപ്പന പിടിച്ചു കുലുക്കിക്കോ, നിനക്ക് കിട്ടും. ഈത്തപ്പന നിങ്ങൾക്കറിയാലോ, അത് പിടിച്ചു കുലുക്കിയാൽ വല്ലതും വീഴുവോ? ആലോചിക്കുക. നമ്മളിങ്ങനെ ഈത്തപ്പന കാണുന്നവരാണ്. പിടിച്ചു കുലുക്കിക്കോ. എന്തായിരിക്കും ആ കുലുക്കലൊക്കെ? ആ കുലുക്കാനൊക്കെയുള്ള ശക്തി എവിടുന്ന് കിട്ടി? ആലോചിക്കണ്ടാണ്. എവിടുന്ന കിട്ടി? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒറ്റ വാക്ക, ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി.
അടുത്ത വാചകം ഭയങ്കര. വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോക സുന്ദരിമാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ പറഞ്ഞൊരു പെണ്ണിനെ വേറെ കണ്ടിട്ടുണ്ട്? വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോകത്തുള്ള സകല സ്ത്രീകളെക്കാളും നിന്നെ ഇതാ ആദരിച്ച് റബ്ബ് തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിന്? ഈസ എന്ന അത്ഭുതത്തെ നിന്റെ വയറിലൂടെ പുറത്തേക്ക് വരാൻ. അല്ലാഹ് പ്രോത്സാഹനമാണ്, ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ നമ്മുടെ മനസ്സിനെ പ്രോത്സാഹിപ്പിക്കണം, കുടുംബത്തെ, കുട്ടികളെ, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഈമാൻ ഉണ്ടാകും. കുട്ടികൾക്ക് ഈമാൻ ഉണ്ടാവും, നമുക്കും ഈമാനും ഉണ്ടാവും. ഖുർആന്റെ ഒരുപാട് ശൈലി അതാണ്. മൂസ അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള ജനത ബനു ഇസ്രായേൽ, നമുക്കറിയാം ഏറ്റവും കുരുത്തം കെട്ട സമൂഹം അല്ലെ? ഏറ്റവും കുരുത്തം കെട്ട സമൂഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു സമയം മൗനമായി നിന്നു. കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. നമ്മളിങ്ങനെ വായിച്ചാൽ കിട്ടുമല്ലോ നമുക്ക്. സൂറത്തുൽ ബഖറയൊക്കെ ഇങ്ങനെ വായിച്ചാൽ വല്ലാത്ത പ്രയാസം നമുക്ക് ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം നിന്നിട്ട് പറഞ്ഞു, റഹിമല്ലാഹു അഖീ മൂസ, റഹിമല്ലാഹു അഖീ മൂസ, എന്റെ സഹോദരൻ മൂസാക്ക് അല്ലാഹു റഹ്മത്ത് ഒരുപാട് ചെയ്യട്ടെ. ഊദിയ അക്സർ മിന്നി ഫസബർ, എന്നേക്കാൾ എത്രയോ അദ്ദേഹം ഉപദ്രവിക്കപ്പെട്ടു, അവിടെയൊക്കെ അദ്ദേഹം ക്ഷമ അവലംബിച്ചു. അതാണ് മൂസ അലൈഹിസ്സലാം. ആ മൂസ അലൈഹിസ്സലാം കൊണ്ടു നടന്ന ബനു ഇസ്രായേൽ ജനത, ആ ജനതയെ മൂസ അലൈഹിസ്സലാം പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കണോ? മൂസാ നബിക്ക് ഒരു കാര്യം അവരോട് പറയാനുണ്ട്. പക്ഷേ പൊടുന്നനെ കാര്യം പറയുകയല്ല. മൂസാ നബി തുടങ്ങുന്നത് വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ജഅല ഫീകും അംബിയാ വജഅലകും മുലൂക വആതാകും അഹദൻ മിനൽ ആലമീൻ. മൂസാ നബിയുടെ ജനതയോട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് കേൾക്കൂ. യാ ഖൗമി, എന്റെ സമുദായമേ, തുടങ്ങാം. ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. കൂട്ടരെ, നിങ്ങൾ സാധാരണ മനുഷ്യന്മാരല്ല, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. മൂസാ നബി പറയാം സമൂഹത്തോട്, ഓർത്തു നോക്കണം, ആലോചിച്ച് നോക്കി. അല്ലാഹു നിങ്ങൾക്ക് എന്തൊക്കെ തന്നു? നിങ്ങൾ ആരാ? നിങ്ങൾ വലിയ ആൾക്കാരല്ലേ? ഇത് ജഅല ഫീകും അംബിയാ. ഓ, നിങ്ങളുടെ കൂട്ടത്തിൽ അംബിയാക്കന്മാര്, സർ അംബിയാക്കന്മാരാ, നിങ്ങൾ വലിയ ആൾക്കാരല്ലേ? തീർന്നോ? വജഅലകും മുലൂക, നിങ്ങളുടെ കൂട്ടത്തിൽ രാജാക്കന്മാർ. തീർന്നോ? വആതാകും മാ ലം യുതി അഹദൻ മിനൽ ആലമീൻ, ലോക ജനതക്കൊരുത്തനും കൊടുക്കാത്ത എന്തൊക്കെ നിങ്ങൾക്ക് അവൻ നൽകി. നിങ്ങൾ വലിയ ആൾക്കാരല്ലേ? അറിയാലോ, മണ്ണ് സെൽവ ആഗ്രഹിക്കുന്ന മുഴുവൻ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഒരു സുപ്ര ഭക്ഷണമൊക്കെ വെച്ച് സുപ്ര ഇളകണം. എന്താണോ ചോദിച്ചു, വെള്ളം വേണം, വെള്ളം ചോദിച്ചതൊക്കെ ആർക്കും കിട്ടിയോ? അങ്ങനെ അല്ലാഹു തആല അനുഗ്രഹിച്ച സമൂഹം. മൂസ അലൈഹിസ്സലാം ആ സമുദായത്തോടൊരു കാര്യം പറയുന്നതിന് മുമ്പ് എടുത്തു പറഞ്ഞ് അവരെങ്ങനെ വലുതാക്കി, പ്രോത്സാഹിപ്പിച്ചു. അവർക്ക് അല്ലാഹു നൽകിയ ആദരവുകൾ സൂചിപ്പിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് വിഷയം പറയാം. അതുകൊണ്ട് യാ ഖൗമി ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസ അല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതൻഖലിബൂ ഖാസിരീൻ. മൂസാ നബിക്ക് അദ്ദേഹത്തിന്റെ സമൂഹത്തെ ഫലസ്തീനിലേക്ക് കൊണ്ടുപോകണം, ഫലസ്തീൻ എന്ന പുണ്യഭൂമിയിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ എത്ര തെളിച്ചാലും ഈ സമൂഹം പോവില്ല. അപ്പോ നബി മൂസാ അലൈഹിസ്സലാം പ്രയോഗിച്ച രീതിയാണ് പ്രോത്സാഹനം. എന്നിട്ട് അത് പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ സമുദായമേ, ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസ, പവിത്രമായ ഭൂമിയിലേക്ക് നിങ്ങൾ വരൂ, അവിടേക്ക് പ്രവേശിക്കൂ. ഫലസ്തീനിലേക്ക് ഉന്തി കൊണ്ടുപോയി വെക്കുകയാണ്. എന്താണ് ആ പവിത്രമായ ഭൂമി? അല്ലതീ കതബല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങളുടേതായി നിശ്ചയിച്ച ഭൂമിയാണ്. നിങ്ങളുടെ ഫലസ്തീൻ. അവിടെ വേറെ ആരൊക്കെ ഉണ്ട്? അവരൊന്നും അവിടെ നിൽക്കേണ്ടവരല്ല. ആട്ടണമെങ്കിൽ നിങ്ങൾ കയറി വരണം. വലാ തർതദ്ദു അലാ അദ്ബാരിക്കും, നിങ്ങൾ പിന്നോട്ട് പോകരുത്. ഞാനിത് പറയുമ്പോ നിങ്ങൾ പിന്നോട്ട് പോയാൽ ഫതൻഖലിബൂ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരായി മടങ്ങേണ്ടി വരും കേട്ടോ. പോയില്ല. അറിയാലോ നിങ്ങൾക്ക് കഥ. മൂസാ അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ അലൈഹിസ്സലാമിന്റെയും മരണശേഷം വന്ന യൂഷ അലൈഹിസ്സലാമിന്റെ കാലത്താണ് ഫലസ്തീനിലേക്ക് സമൂഹം ചെന്നത്. അതുവരെ അവരവരുടെ സുഖത്തിലും അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ സുഖിച്ച് രമിച്ച് അവർ കഴിഞ്ഞുകൂടി.
പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹ്ക്കറിയാലോ ഇവരെ കഥ, ബനൂ ഇസ്രായേലിന്റെ. എന്നിട്ട് പോലും മൂസ അലൈഹിസ്സലാമിന്റെ നാവിലൂടെ പറഞ്ഞാൽ കേൾക്കൂല എന്ന് ഉറപ്പുള്ള ഒരു സമൂഹം, ഹിദായത്തിലേക്ക് വരികയില്ല എന്ന് ഉറപ്പുള്ള ഒരു സമൂഹം, ആ സമൂഹത്തെ ചീത്ത പറഞ്ഞു, തെറി പറഞ്ഞിട്ടില്ല, പരിഹസിച്ചില്ല, പ്രോത്സാഹിപ്പിച്ചു. അതാണ് രീതി. നാം ചെയ്യേണ്ട രീതിയും അതാണ്. അത് നമുക്ക് വേണം. ഞാൻ അത് അവസാനിപ്പിക്കുന്ന ഹദീസുകളിൽ ഒരുപാടാണ്. ഒരൊറ്റ സംഭവം മാത്രം നമ്മൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി തിരുമേനിയുടെ ഒട്ടകപ്പുറത്ത് പിന്നിലിരുന്ന് യാത്ര ചെയ്യാം. അപ്പൊ നബി വിളിച്ചു, യാ മുആദ്. വീണ്ടും വിളിച്ചു നബി, യാ മുആദ്. റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് എന്തോ വരാൻ പോകുന്നുണ്ട്. മുആദ് ഇങ്ങനെ കാത് കൂർപ്പിച്ചിരുന്നു. കാരണം പറയുന്നതാരാ? റസൂലുള്ളാഹി. പറഞ്ഞതെന്താ അറിയോ? വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ മുആദ്, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ മുആദ്. മുആദേ, അല്ലാഹുവേ സത്യം, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മുആദ്. അല്ലാഹ്. ആരാ പറയണത്? റസൂലുള്ളാഹി. എന്താണ് അതിന്റെ ലക്ഷ്യം? നിങ്ങൾ ആലോചിച്ചു. റസൂലുള്ളാഹിക്ക് ഒരു വിഷയം മുആദിനെ പഠിപ്പിക്കണം. ആ പഠിപ്പിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിക്ക് എല്ലാവരും ഇഷ്ടമാണല്ലോ, എല്ലാ സഹാബികളെയും റസൂലുള്ളാഹിക്ക് എന്താണ്? ഇഷ്ടമാണ്. പക്ഷേ ഈ പറയാൻ പോകുന്ന വിഷയം മുആദിന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കണം. മുആദ് എന്ന ചെറുപ്പക്കാരൻ ഈ വിഷയത്തിന്റെ വാഹകനാവണം, ഇത് പ്രചരിപ്പിക്കുന്നവരാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത് മുആദ് റളിയല്ലാഹു അൻഹു. എന്തൊരാവേശം ഉണ്ടാകും അദ്ദേഹത്തിന് പറയാൻ, അല്ലെ? എന്തൊരാവേശം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, അതുകൊണ്ട് ഊസീക യാ മുആദ്, എന്റെ സ്നേഹം നിനക്കുള്ളത് കൊണ്ട് ഞാൻ നിന്നോടൊരു വസിയ്യത്ത് പറയുന്നു. ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അറിയാലോ വിഷയം, പറയണ്ടല്ലോ. അതുകൊണ്ട് മുആദേ, നിന്നോടൊരു വസിയ്യത്ത് എനിക്ക് നടത്താനുണ്ട്. നിന്നോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ പറയുന്നു, ഒരൊറ്റ നമസ്കാരത്തിന് പിറകെയും അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുവേ നിന്നെ ഓർക്കാൻ, നിനക്ക് നന്ദി ചെയ്യാൻ, നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യാൻ എന്നെ നീ സഹായിക്കണമേ എന്ന പ്രാർത്ഥന നീ വിട്ടുകളയരുത് മുആദ്. വിടോ മുആദ്? മുആദ് പോകട്ടെ, ഒരൊറ്റ സഹാബി പിന്നെ അത് വിടോ? പോട്ടെ, നമ്മളാരെങ്കിലും വിടും. കാരണം ആ പറഞ്ഞ രീതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങുക, അതങ്ങനെ പറഞ്ഞുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി ഇങ്ങനെയാണ്. ഈ രീതി നമ്മൾ ചെയ്യണം. അപ്പൊ ഇത് രണ്ട് രൂപത്തിൽ നമ്മൾ ചെയ്യണം. ഒന്ന്, സ്വന്തത്തോട് നമ്മൾ ചെയ്യണം. നമ്മൾ നിർവീര്യമാകും എന്ന് തോന്നുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ശൈലി സ്വീകരിക്കണം. അതിങ്ങനെ സ്വീകരിച്ചാൽ പ്രോത്സാഹിപ്പിക്കാൻ മനസ്സിന്. ഇനി അന്ന് അതൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ ഗുണം കിട്ടി, അല്ലെ? എന്താണ് അതൊരു വലിയ സംഭവമല്ലേ? ആ രൂപത്തിൽ മനുഷ്യന്റെ മനസ്സിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. പിന്നെ മറ്റുള്ളവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇതാണ് ആറാമത്തെ വിഷയം. ഏഴാമത്തെ വിഷയം, ജീവിതത്തിലുണ്ടായ പോസിറ്റീവായ രംഗങ്ങളെ ഓർമ്മിപ്പിക്കണം. മുമ്പ് ജീവിതത്തിൽ നമുക്കൊരുപാട് അമലുകൾ ചെയ്യുമ്പോൾ ഒരുപാട് നല്ല രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ അനുഭവത്തിലൊക്കെ ഉണ്ടോ? നമ്മൾ ദൈവത്തിന് വേണ്ടി പോയി, നമ്മൾ ദൈവത്തിന് വേണ്ടി പോയപ്പം നമുക്കുണ്ടായ ഒരു അനുഭവം, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാൾ, ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയാത്ത ഒരാൾ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഭയങ്കരമായ ആകാംക്ഷ, ഒരുപാട് സംശയങ്ങൾ, ആ പുസ്തകം വേണം, ഈ പുസ്തകം വേണം, ഖുർആൻ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞു. ആ മനുഷ്യന് ദീനെത്തിക്കാൻ കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി മുമ്പോട്ട് പോയി നോക്കൂ. 2 or 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ നമ്മളെ വിളിച്ചു. അയാൾ പറയാണ്, എനിക്ക് മുസ്ലിമാകണം. എന്തായിരിക്കും നമ്മളെ മനസ്സിന്റെ അവസ്ഥ? നമ്മളെ മനസ്സിലൊരു കഥ വരൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ പുതിയാപ്പിളയായ അലിയെ വിളിച്ചൊരു സ്വകാര്യം പറയുന്നുണ്ട്. ഒരു യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് എന്താ സ്വകാര്യം? അലിനോട് നബി പറയാണ്, അലി, നിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം, ലഅൻ യഹ്ദിയ ബിക അല്ലാഹു റജുലൻ ഖൈറുൻ ലക മിൻ ഹുമരിൻ നഅം, നീ ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടുക എന്നതാണ് ഒരു നല്ല ചുവന്ന ഒട്ടകം. ഈ യുദ്ധം കഴിഞ്ഞ് നീ വരുമ്പോൾ ഒരു ചുവന്ന ഒട്ടകത്തിന്റെ ഉടമയാകുന്നതിനേക്കാൾ ഞങ്ങൾ മനസ്സിലിങ്ങനെ വരില്ലേ? എന്താണ് സംഭവം?
എന്താണ് ആ സംഭവം? നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വെക്കുക. ആ രംഗം നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കണം. നമ്മളത് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം നമ്മൾ രാത്രി എഴുന്നേറ്റു, ഭയങ്കര പ്രയാസമുള്ള ദിവസം രാത്രി എഴുന്നേറ്റു നിസ്കരിക്കാൻ വേണ്ടി എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരുപാട് സമയം നിസ്കരിച്ചു, സുജൂദിലൊക്കെ കടന്ന് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. മനസ്സിലുള്ള എല്ലാ പ്രയാസവും ഉരുകി ഒലിച്ചുപോയി. നേരം വെളുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന വിവരം അതനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നും ഇങ്ങനെ പുലരുക. ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് രംഗങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ആ രംഗങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം, ഓർത്തുകൊണ്ടിരിക്കണം നമ്മൾ. അത് നമ്മൾ ആ ഓർത്തുകൊണ്ടിരിക്കുക. അത് ഓർത്തോർത്ത് നമുക്ക് ഈമാൻ കൂടിയ, ഇഹ്തിസാബ് ഉണ്ടായ, ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായ രംഗങ്ങൾ ഓരോന്നോരോന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ ഇഹ്തിസാബിൽ പിടിച്ചു നിർത്തണം. അതുകൊണ്ട് മനസ്സേ, ശരീരമേ, ആലോചിച്ചോ, പണിയെടുത്താൽ കൂലി കിട്ടും, അമല് ചെയ്താൽ ഇഹ്തിസാബോടുകൂടി അമല് ചെയ്താൽ കൂലി കിട്ടും, അങ്ങനെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമുക്ക് സാധാരണ ഈ ദീനിയായ അമലുകളിലേക്ക് തിരിയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു ആക്ഷേപം എന്താ? എല്ലാവരും പറയുന്നത് സമയമില്ല. എല്ലാവരും പറയും. ഒരു ക്ലാസ്സിനെ വിളിച്ചു നോക്കി, സമയമില്ല. നമുക്ക് തന്നെ തോന്നുക. എന്ത് കാര്യവും ദീനിയായ എന്ത് വിഷയം എടുത്തു അതിനൊന്നും എന്തുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. ബാക്കിയുള്ള എന്തിനാണെങ്കിലും എന്തുണ്ടാവും, സമയമുണ്ടാവും. അവിടെ സമയമില്ലാത്ത പ്രശ്നമില്ല. ഇത് നമ്മുടെ ഒരു വ്യാപകമായ ഒരു രോഗമാണ്, സമയമില്ല എന്ന്. മനുഷ്യൻ പറയുന്ന ആവലാതിയാണ് ദീന്റെ. ഒരു ദിക്റെല്ലാം വേണ്ടി നമ്മളിരുന്ന് നിൽക്കുക സുബഹി നിസ്കാരത്തിന് ശേഷം. അപ്പൊ അങ്ങനെ ശൈത്താൻ കൂടെ ഉണ്ടാവും. ഇവരിങ്ങനെ പറയും, സമയമില്ലട്ടോ, കുറച്ചേരും കൂടി ഉറങ്ങണ്ടേ, അല്ലെങ്കിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ക്ഷീണം വരും. എത്ര നമുക്ക് ദിക്റെല്ലാം ആവേശം ഉണ്ടാകണോ അതിനനുസരിച്ച് ഇപ്പുറത്ത് പിശാചിങ്ങനെ കൂടും. കുറച്ച് പറഞ്ഞു, വെള്ളിയാഴ്ചയാണ്, ഇന്നാണ് ആകെ കിട്ടുന്ന സമയം, ഉറങ്ങാൻ കിട്ടുന്ന സമയം. ഉറങ്ങാതെ എങ്ങനെ ഇവിടെ ഇരുന്നാണ്ട് ആകെ പ്രശ്നമായിരിക്കും. ഇത് നമ്മുടെ മനസ്സിൽ ഒരിക്കലും വരാൻ പാടില്ല ഈ അവസ്ഥ. ഇത് വരാതിരിക്കണമെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, ഓരോരുത്തർക്ക് വ്യത്യസ്ത അനുഭവം ഉണ്ടായിരുന്നു. ആ അനുഭവങ്ങൾ പച്ച പിടിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. പരിശുദ്ധ ഖുർആനിലേക്ക് വരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സ്വീകരിച്ച രീതി നമുക്ക് കാണാം. സൂറത്തുൽ അൻഫാൽ 62-63 വചനം. വഇൻ യുരീദു അൻ യഖ്ദഊക ഫഇന്ന ഹസ്ബകല്ലാഹ് ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ വഅല്ലഫ ബൈന ഖുലൂബിഹിം. നബിയോട് പറയാം, വഇൻ യുരീദു അൻ യഖ്ദഊക, അവർ നിന്നെ ഇൻ ജനഹു ലിസ്സൽമി ഫജ്നഹ് ലഹ എന്നതിന്റെ വാക്യാണ്. അവര് ഒരു കീഴൊതുങ്ങുന്ന രീതിയിലേക്ക് വന്നാൽ നീ അത് സ്വീകരിക്കണം. അവർ കീഴൊതുങ്ങുകയാണ്, ഞങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞു വന്നാൽ നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഇനി നബിക്കൊരു സംശയം ഉണ്ടാവും. ഇവര് ഈ ശത്രുക്കള് നല്ല ശക്തിയിൽ ടെമ്പറിൽ നിൽക്കുന്ന സമയത്ത് ശരി ഞങ്ങളിതാ തോക്കൊക്കെ താഴെ വെച്ച് ആയുധങ്ങളൊക്കെ താഴെ വെച്ച് സമാധാനത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു വരുമ്പോ ചിലപ്പോ അവരെന്താവും, ചതിക്കയിരിക്കും. അല്ലേ? അല്ലാഹു പറയാ, മുഹമ്മദ് നബി അവർ കീഴൊതുങ്ങാമെന്ന് പറഞ്ഞ് താങ്കളിലേക്ക് വരുന്നത് ഒരു ചതിയാണെന്ന് വെക്കുക എങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് അല്ലാഹ് മതി. നബിനോട് പറയാ, നിങ്ങൾക്ക് അല്ലാഹ് മതി. എന്നിട്ട് അത് ഓർമ്മിപ്പിക്കാം മുമ്പത്തെ അവസ്ഥ. ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി, ആരായിരുന്നു മുഹമ്മദ് നബി നിങ്ങൾ? ഇപ്പൊ നിങ്ങൾ ആരാ? ആ വ്യത്യാസം ഓർമ്മിപ്പിക്കാം. ഹുവല്ലദീ അയ്യദക, അല്ലാഹുവാണല്ലോ താങ്കൾക്ക് ശക്തി നൽകിയത്, ബിനസ്രിഹി അവന്റെ സഹായം കൊണ്ട്, വബിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ കൊണ്ടും. മുമ്പോ ആരുമില്ലല്ലോ, തുടങ്ങുന്ന സമയത്ത് ആരാള്? കുറെ ദരിദ്രന്മാര്, പാവങ്ങള്. ഇപ്പൊ മുഹമ്മദ് നബി നിങ്ങൾ എവിടെ എത്തി? ഓർമ്മിപ്പിക്കാം. ഏത് ജീവിതത്തിലാ മനോഹരമായ രംഗങ്ങൾ തീർന്നില്ല. വഅല്ലഫ ബൈന ഖുലൂബിഹിം, നബിയെ താങ്കൾക്കറിയില്ലേ താങ്കളുടെ മുമ്പിലിരിക്കുന്ന സമൂഹം ആരായിരുന്നു? അവർ പരസ്പരം ഭിന്നിച്ചിരുന്ന, പോരടിച്ചിരുന്ന, യുദ്ധം ചെയ്തിരുന്ന. വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ മനസ്സുകൾക്കിടയിൽ അവൻ അല്ലാഹു യോജിപ്പുണ്ടാക്കിയില്ലേ? എന്നിട്ട് നബിന്റെ ഇങ്ങനെ മനസ്സിലേക്ക് തുളച്ചു കയറണ വാക്കാ. നബിനോട് പറയാ, ലൗ അൻഫഖ്ത
മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. നബിയെ, താങ്കൾക്കറിയില്ലേ, ഭൂമിയിലുള്ള സകലതും താങ്കൾ മുടക്കിയാൽ പോലും ചെലവഴിച്ചാൽ പോലും അവരുടെ മനസ്സുകൾക്കിടയിൽ രജ്ഞിപ്പോ യോജിപ്പോ ഉണ്ടാക്കാൻ താങ്കൾക്ക് സാധ്യമായിരുന്നില്ല. അത്രമാത്രം ശക്തിയോടുകൂടി ഭിന്നിച്ചു നിന്നിരുന്ന ഒരു സമൂഹത്തെ മുഹമ്മദ് നബി അള്ളാഹു താങ്കൾക്ക് വേണ്ടി ഒന്നിപ്പിച്ചില്ലേ? ആ പഴയ രംഗം നബിന്റെ മനസ്സിൽ വന്നു. പിന്നെ നബിക്ക് എന്തില്ല? ബേജാറില്ല. നിങ്ങൾ ചതിച്ചോ? ഫഇന്ന ഹസ്ബക്കല്ലാഹ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മുസ്ലിമായ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്, മുസ്ലിമിനെ ഒരാൾ ചതിക്കും എന്ന് നമ്മൾ പേടിക്കണ്ട. ചതിച്ചോട്ടെ. ചില ആൾക്കാരെ നമ്മൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ കുഴിയിൽ ചെന്ന് ചാടിയത്? അള്ള ചാടിച്ചതാണല്ലോ, ചാടിയതല്ല. പക്ഷെ നമ്മളെ മനസ്സിൽ ഇത് വേണം, ഞാൻ മുഅ്മിനാണ്, എല്ലാം ചതിച്ചാ രക്ഷപ്പെടൂല. കാരണം അള്ളാന്റെ വാക്ക് നിങ്ങൾ നോക്കൂ, ചതിക്കുന്നു പറഞ്ഞിട്ട് അള്ളാന്റെ വാക്ക് നിനക്ക് അള്ള മതി, പിന്നെ നിന്നെ ചതിക്കൂ. പോട്ടെ, അത് വേറെ വിഷയം, നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ തങ്ങളെ പോലും വീര്യം നൽകുന്നത്, ഈമാൻ നൽകുന്നത്, ശക്തി നൽകുന്നത് മുൻകഴിഞ്ഞ സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ സൂറത്തുൽ അൻഫാലിലെ 64-65 വചനം, യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. മുഹമ്മദ് നബി, താങ്കൾക്കും മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മതി കേട്ടോ. അള്ള മതി. ഒരുപാട് സ്ഥലത്ത് അള്ളാഹു താങ്കളെ സഹായിച്ചിട്ടില്ലേ? അള്ള മതി. അതുകൊണ്ട് യാ അയ്യുഹൻ നബി ഹരിബുൽ മുഅ്മിനീന അലൽ ഖിതാൽ, യുദ്ധം ചെയ്യാൻ വിശ്വാസികളെ പ്രേരിപ്പിച്ചോ നബിയെ. ശത്രുക്കള് ഭയങ്കരമായ ശക്തിയോടുകൂടി വന്ന സമയത്ത് മുസ്ലിമീങ്ങൾ പിന്നോട്ടു പോകുമോ എന്ന ഭയം, ആശങ്ക അള്ളാഹുവിന്റെ വാക്കുകളിൽ നിഴലിച്ചു കാണുന്നു. അള്ളാഹു നബിയോട് പറയാണ്, പ്രോത്സാഹിപ്പിച്ചോ. നിങ്ങൾക്ക് അള്ളമതി നബിയെ. മുമ്പൊക്കെ അങ്ങനല്ലേ? ആരാ ഉണ്ടായിരുന്നത് ബദറില്? ശക്തിയുണ്ടോ? പട്ടാളുണ്ടോ? ആരുമില്ല. അള്ളല്ലേ? അള്ള മതി. അതുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചോ. എന്നിട്ട് ഖുർആൻ പറയാണ്, ഇൻയകും മിൻകും 20 സാബിറൂന യഗ്ലിബൂ 100. നിങ്ങളുടെ കൂട്ടത്തിലെ 20 എണ്ണം മതി 200 എണ്ണത്തിനെ ജയിച്ചടക്കാൻ. എവിടെ നിങ്ങൾ ആലോചിച്ചു ആ സംഭവം ഇങ്ങനെ മനസ്സിൽ വരിക? ഏത്? ബദർ യുദ്ധം മനസ്സിൽ ഇങ്ങനെ വരിക. പ്രശ്നമല്ല. വഇയ്യകും മിൻകും 100 യഗ്ലിബൂ 1000. നിങ്ങളുടെ കൂട്ടത്തിൽ 100 എണ്ണമുണ്ടെങ്കിൽ 1000-നെ അതിജയിക്കും. 1000 കാഫറുകൾ അതിജയിക്കും. കാരണം അല്ലാഹു പറഞ്ഞു, ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ. ഒരു തിരിയാത്ത ഖൗമ, മനസ്സിലാവില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, കേൾക്കൂല. പോട്ടെ, അത് പ്രശ്നമല്ല. അതുകൊണ്ട് നബിയെ, നിങ്ങൾ ബേജാറാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഉദ്ദിയാണ് മുൻകഴിഞ്ഞ അനുഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. മുൻകഴിഞ്ഞ അനുഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഈമാനിലും ഇഖ്ലാസിലും ഇഹ്തിസാബിലും പിടിച്ചു നിർത്തുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ ആമുഖമായി പറഞ്ഞ രൂപത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നല്ല, അതാണ് ഞാൻ പോസിറ്റീവായെന്ന് പറഞ്ഞാൽ നല്ല അനുഭവങ്ങൾ. ചീത്ത ഒരുപാടുണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ എന്താക്കണം? മറക്കണം. ചീത്ത നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓർക്കാൻ പാടില്ല. എവിടെ എഴുതി വെക്കും വേണ്ട ചീത്ത. നല്ലത് എഴുതി വെച്ചോ, കാരണം ഗുണം ചെയ്യും. ചീത്ത നമ്മൾ എഴുതി വെക്ക്, ഓർത്ത് വെക്ക്. നമ്മൾ രണ്ടാൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി നിൽക്കാം. ചീത്തയാണല്ലോ. പ്രശ്നം ഉണ്ടായി, നമ്മൾ ഒരു മധ്യസ്ഥന്റെ സാന്നിധ്യത്തിലിരുന്നു, സംസാരിച്ചു എന്ന് വെക്കുക. വിഷയം തീർന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് ഓർക്കാൻ പാടില്ല. ഒരിക്കലും ഓർക്കുക. ഇസ്ലാമിന്റെ സിവിൽ നിയമങ്ങൾ എഴുതിയ സ്ഥലത്ത് കൃത്യമായി കാണാം സുൽഹ് എന്താണ്, മുസ്ലിഹിന്റെ ഡ്യൂട്ടി എന്താണ്. അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഇരു കക്ഷികളും നേരത്തെ ഉണ്ടായ അനുഭവങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഓർക്കാൻ പാടില്ല. എന്നാലോ നല്ലത് എന്ത് ചെയ്യണം? ഓർക്കണം. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നമ്മൾ പഠിച്ചല്ലോ അതിന്റെ വിഷയം എന്താണെന്നുള്ളത്. എന്തുകൊണ്ട്, എന്തിന്. അത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്. നമുക്ക് ഈമാൻ കിട്ടുന്ന വിഷയമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച്. 8ാമത്തെ കാര്യം, നമ്മുടെ മനസ്സുകളോടും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാടുള്ളവരോടും നാം സംഭാഷണം നടത്തണം, സംസാരിക്കണം.
ഡയലോഗ് എന്ന് പറഞ്ഞ സിസ്റ്റം അതിൽ നിന്ന് വന്നതാണ്. ഈ സംഭാഷണം ഡയലോഗ് ആദ്യം നടത്തേണ്ടത് ആരോടുമല്ല, ഞാൻ എൻ്റെ മനസ്സിനോടായിരിക്കണം. ഏത് അമലുകളുടെ മുമ്പിലും, പ്രത്യേകിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് അലസത വരുമ്പോൾ, മടി വരുമ്പോൾ, ഇത് നമ്മൾ കൃത്യമായി ഈ സംഗതി അപ്ലൈ ചെയ്യണം. അലസത വരുന്ന ഒരു സമയമുണ്ട്, മടി വരുന്ന ഒരു സമയമുണ്ട്. അപ്പം ഇങ്ങനെ മനസ്സിനോട് പറയണം, മടി വരാൻ പാടില്ല, ഇത് ചെയ്താൽ നിനക്കുള്ളതാണല്ലോ, നിന്റെ മസ്ലഹത്തിന് വേണ്ടിയാണല്ലോ, നിനക്ക് മടി വരരുത്. നമ്മളെ കുട്ടികളോടോ കുടുംബത്തോടോ നമ്മൾ പറയേണ്ടതും, നിസ്കരിക്കാൻ മടിയാണ് നിൽക്കുമ്പോൾ നമ്മൾ ചീത്ത വിളിക്കല്ല വേണ്ടത്, ആക്ഷേപിക്കല്ല വേണ്ടത്. അവരെ വിളിച്ച് പറയണം, നിസ്കരിച്ചാൽ അനക്കാ ഗുണം, എനിക്കല്ല, നിനക്കാണ് അതിന്റെ ഗുണം. അതങ്ങനെ തന്നെ പഠിപ്പിക്കണം. ഗുണം ആർക്ക്? അമല് ചെയ്താൽ ഗുണം ആർക്ക്? മനസ്സിനോട് പറയണം, മനസ്സെ നിനക്കാണ്, എനിക്കല്ല. ശരീരത്തിനല്ല, ശരീരത്തിനൊന്നുമില്ല, മനസ്സിനാണ്. എന്ത്? മനസ്സാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രേരിപ്പിക്കണം. ആളുകളോട് പറയണം, കുട്ടികളോട് പറയണം, മക്കളോട് പറയണം, കുടുംബത്തോട് പറയണം, സഹപ്രവർത്തകരോട് പറയണം. കണക്ക് വിളിച്ചാൽ ചിലപ്പോൾ ഒരു മടിയേക്കാം, പണക്ക് നിസ്കരിച്ചോ, നിനക്ക് വേണ്ടി. അത് ആ ഒരു രൂപത്തിലുള്ള ഒരു സംഭാഷണ ശൈലി നമുക്ക് അമല് സ്വയം ചെയ്യാൻ, ഈമാനോടുകൂടി അമല് ചെയ്യാൻ, ഇഹ്തിസാബോടുകൂടി അമല് ചെയ്യാൻ സഹായിക്കും. ഖുർആന്റെ രീതി നോക്കൂ. സൂറത്ത് ഇസ്രായേൽ 7-ാമത്തെ ആയത്ത്, ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും വഇൻ അസഅ്തും ഫലഹാ. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും, നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം. വഇൻ അസഅ്തും, നിങ്ങൾ തിന്മ ചെയ്താലോ, ഫലഹാ, അത് നിങ്ങൾക്കെതിരാണ്. എത്ര രസ! ഏത് നന്മന്റെ വിഷയം ഖുർആന്റെ ശൈലി അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നന്ദി ചെയ്യാൻ വേണ്ടി പറഞ്ഞു അള്ളാഹിനോട്, എന്നിട്ട് അള്ളാഹുവിന്റെ വാക്ക് കണ്ടോ, വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി. ആരെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദി കാണിച്ചാൽ, അള്ളാഹ്ക്ക് വേണോ നന്ദി? അടുത്ത വാചകം എന്താ അറിയോ, വല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ. അള്ളാഹ് നിങ്ങളെ നന്ദി വേണ്ട. പിന്നെ ആർക്കാ? വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി. നമുക്ക് വേണ്ടി നമ്മൾ എന്താക്കണത്? അള്ളാഹ്ക്ക് നന്ദി പറഞ്ഞു. അള്ളാഹ്ക്ക് നമ്മുടെ നന്ദി വേണ്ട, കാരണം അള്ളാഹ് ഗനിയ്യാണ്. ഗനിയ്യുൻ അനിൽ ആലമീൻ, ആരും നന്ദി ആവശ്യമില്ലാത്ത ധന്യനാണ് അള്ളാഹ്. ഇത് നമ്മുടെ മനസ്സിലിങ്ങനെ വരണം. എന്റെ അമൽ എനിക്ക് വേണ്ടി, എന്റെ നന്ദി എനിക്ക് വേണ്ടി, ഞാൻ നന്മ ചെയ്യുന്നത് എനിക്ക് വേണ്ടി. ഖുർആന്റെ ശൈലി അങ്ങനെയാണ്. വീണ്ടും ചോദിക്കുന്നു, സൂറത്ത് ഫുസ്സിലത്തിലെ 40-ാമത്തെ വചനം, അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ. ഇത് ക്വസ്റ്റ്യൻ മാർക്കുകളുടെ ചോദ്യമാണ്. എന്താ ചോദ്യം? അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ, നരകത്തിലേക്ക് എറിയപ്പെടുന്നവനാണോ നല്ലവൻ? അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു പേടിയുമില്ലാതെ അല്ലാഹുവിന്റെ മുമ്പിൽ വരുന്നവനാണോ നല്ലവൻ? ചോദ്യം പെട്ടെന്ന് നമുക്ക് തോന്നി, ശരിയാട്ടോ, അള്ളാന്റെ മുമ്പിൽ പേടിയില്ലാതെ വരണമെങ്കിൽ എന്ത് വേണം? നിർബന്ധമായ കാര്യം എന്താക്കണം? ചെയ്തു പോകും. എന്നിട്ട് തുടർന്ന് പിന്നെ ഈ ചോദ്യം ചോദിച്ചിട്ട് അള്ളാഹ് ഇനി പറയണത് എന്താ അറിയോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോ, നമുക്കൊരു വിരോധമില്ല. നമ്മുടെ ഒരൊറ്റ ചോദ്യം വെച്ചിട്ടുള്ളൂ, എന്താ? നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവനാണോ അതോ ഖിയാമത്ത് നാളിൽ പേടിയില്ലാതെ പടച്ച തമ്പുരാനിലേക്ക് വരുന്നവനാണോ ഉത്തമൻ? മറുപടി പറഞ്ഞോ. എന്നിട്ട് യാമലുമാശീത്തും ചെയ്യാതൊക്കെ എന്തേ ചെയ്തോ, ഒരു വിരോധമില്ല, ഒരു വിരോധമില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാം, അള്ളാഹുവിനൊരു പ്രശ്നമില്ല. ഓരോ വിഷയത്തിൽ ഖുർആൻ പഠിക്കുന്നിടത്ത് അള്ളാഹ് പറഞ്ഞ വാക്ക് കേട്ടോ, വഖുർആനൻ, സൂറത്ത് ഇസ്രായേൽ 106-ാമത്തെ വചനം, 106, 107, വഖുർആനൻ ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസ്സൽനാഹു തൻസീലാ. ഈ ഖുർആൻ മുഹമ്മദ് നബി താങ്കൾക്ക് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഇറക്കിത്തന്നത് സാവകാശം ജനങ്ങൾക്ക് താങ്കൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതിനാണ്, അല്ലെങ്കിൽ ഒറ്റ അടിക്കേണ്ട ആർക്കായിരുന്നു. ക്രമേണ 23 കൊല്ലം കൊണ്ട് ക്രമേണ ഇറക്കി. എന്തിനാ? ജനങ്ങൾക്ക് നിങ്ങൾ സാവകാശം ഇങ്ങനെ അലാ മുക്സിൻ, സാവകാശം പഠിപ്പിച്ചു കൊടുക്കാൻ. എന്നിട്ട് അടുത്ത വാചകം കണ്ടു, അതുകൊണ്ട് നബിയെ ആ പരിശുദ്ധ ഖുർആൻ അവർക്ക് നൽകിയ ശേഷം താങ്കൾ അവരോട് പറയൂ, ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ,
നിങ്ങൾ വിശ്വസിച്ചോ വിശ്വസിക്കാതിരുന്നോ നമുക്കൊരു ചുക്കില്ല. വേണമെങ്കിൽ വിശ്വസിച്ചോ, നമുക്കൊരു ചുക്കില്ല. മനസ്സിനോട് പറയണം, മനസ്സെ വേണമെങ്കിൽ ചെയ്തോ, വേണമെങ്കിൽ ചെയ്തോ, നമുക്ക് വേണ്ട, അള്ളാഹ്ക്ക് വേണ്ട, വേണമെങ്കിൽ ചെയ്തോ. ഖുർആന്റെ ശൈലി അതാണ്. ആ രൂപത്തിലുള്ള ഒരു സംസാരം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതല്ലാതെ നമ്മൾ മനസ്സിന് എന്ത് ചെയ്യരുത്, മനസ്സിനെ പിടിച്ചു കെട്ടിയിട്ട് ഈ രൂപത്തിലുള്ള ഒരു ആരോഗ്യകരമായ ഡയലോഗ് മനസ്സും ഞാനും തമ്മിൽ നടത്തിയിട്ട് അതിന്റെ ഒരു ഔട്ട്പുട്ടായി വേണം എന്റെ അമല്. അപ്പൊ എന്തുണ്ടാവും? ഈമാനുണ്ടാവും. അത് ശരിക്കും നമ്മൾ കുടുംബത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളെ കല്യാണം കഴിച്ചു വന്നു, മൗലവി എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല. എന്താ പ്രശ്നം? അറിയാലോ പ്രശ്നം എന്താ? കല്യാണം കഴിക്കുന്ന മുമ്പ് അതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ നോക്കിയാൽ വേറെ ചിലതാണ്. ശരി, അതൊക്കെ റെഡി. അപ്പൊ മുമ്പ് കല്യാണം കഴിച്ചു. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ആകെ പ്രശ്നം. ആൾക്കാരടിക്ക് ഇറങ്ങുമ്പോൾ ആകെ പ്രശ്നമാണ്. അതാണ് മൗലവി എന്താ ഇനി ചെയ്യാന്ന്. എന്താ ചെയ്യാ? കെട്ടിച്ചടിച്ചാൽ നടക്കുവോ? നടക്കൂല. റസൂലുള്ള കൃത്യമായിട്ടാണ് പറഞ്ഞു, നടക്കൂല. ഇതൊരു വളഞ്ഞ വാരിയല് മാതിരിയാ. അത് നിങ്ങളെങ്ങാണ്ട് നിർത്താൻ ശ്രമിച്ചാൽ അത് പൊട്ടും. അപ്പൊ അതിന്റെ ഒരു രീതി ഉണ്ട്. അങ്ങനെ ആ രീതിയിൽ ഏറ്റവും മനോഹരമായ സംഗതി പരലോകത്തിന്റെ വിഷയമാണ്. ഇഹലോകം ഞാൻ എനിക്ക് നന്നായി ചെയ്തു തന്നിട്ടുണ്ട്. നല്ല ഫ്ലാറ്റ് ഉണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, അത് തിന്നിട്ടുണ്ട്, ഇത് തിന്നിട്ടുണ്ട്. പരലോകത്തിന്റെ എനിക്ക് വേണമെങ്കിൽ ചെയ്തോ, അതേ പറ്റുള്ളൂ, അതേ നടക്കുള്ളൂ. ശരി, എന്നാ പിന്നെ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന അവസ്ഥയും ആരത്തും വരികയില്ല. അപ്പൊ ഖുർആന്റെ ശൈലി അതാണ്. സൂറത്ത് അൻആമിലെ 104-ാമത്തെ വചനം ഖുർആനെ കുറിച്ച് തന്നെ അല്ലാഹു പറയാണ്, ഖദ് ജാഅകും ബസായിറു മിർ റബ്ബികും ഫമൻ അബ്സറ ഫലിനഫ്സിഹി വമൻ അമിയ ഫഅലൈഹാ. ഖദ് ജാഅകും ബസായിറു മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉൾക്കാഴ്ചയുണ്ടാക്കാവുന്ന തെളിവുകൾ നിങ്ങൾക്കിതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഖുർആനിലെ അത് വായിച്ചൊക്കെ മനസ്സിലാവും. അതും ബസായിറാണ്, സാധാരണ തെളിവല്ല. മനുഷ്യന് ഫാർ സൈറ്റ് ഉണ്ടാക്കുന്ന, അങ്ങേറ്റത്തെ ദീർഘദൃഷ്ടി നൽകുന്ന, ഉൾക്കാഴ്ച ലഭിക്കുന്ന ശക്തിയുള്ള തെളിവുകൾ. എന്നിട്ട് ഖുർആന്റെ ശൈലി നോക്കൂ. എല്ലായിടത്തും അതാണല്ലോ ഖുർആൻ. വമിൻ ആയാതിഹി വമിൻ ആയാതി, സൂറത്തുൻ നംലൊന്ന് മറിച്ചു നോക്കൂ. വമിൻ ആയാതിഹി വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി ലോകത്തിലുള്ള സകലതും പറയാം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫമൻ അബ്സറ ഫലിനഫ്സിഹി, ആ ദീർഘദൃഷ്ടിയുള്ള ഉൾക്കാഴ്ചയുള്ള നിർദ്ദേശങ്ങൾ, തെളിവുകൾ നിങ്ങൾ നോക്കി അതിൽ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. വമൻ ആമിയ, അതിന്റെ മുമ്പിൽ നിങ്ങൾ അന്ധത നടിച്ചാൽ, നമ്മളതിൽ പെട്ടതാ. അതിന്റെ മുമ്പിൽ അന്ധത നടിച്ചാൽ ഫഅലൈഹ, അത് നിങ്ങൾക്കെതിരെ വരും കേട്ടോ ആ തെളിവ്. ഈ ഒരു ശൈലി നമ്മൾ എന്ത് ചെയ്യണം? ഈ മനസ്സുമായി നമുക്കൊരു പ്രാക്ടിക്കൽ ജീവിതത്തിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് കൂടി മദീനത്തൊരു കുറച്ചൊരു സുഖവും ഇതൊക്കെ വന്നപ്പോൾ ഒരു യോഗം കൂടി, എല്ലാ ഭാര്യമാരും യോഗം കൂടിയിട്ട് തീരുമാനിച്ചു, ഞങ്ങൾക്ക് ഇന്ന സൗകര്യങ്ങളൊക്കെ വേണം. ചില തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുക. ഭയങ്കര പ്രശ്നമായി. ഒരമ്മോശനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. മൂപ്പര് വിഷയം ഏറ്റെടുത്തു, ഒന്ന് കുടഞ്ഞൊക്കെ ചെയ്തു. മൂപ്പരെ മകൾ എന്ത് ചെയ്തു? ഒന്ന് കുടഞ്ഞ് പ്രശ്നമൊക്കെ മാറ്റി. പക്ഷെ തീരണില്ല. അപ്പൊ അള്ളാഹ് ഏറ്റെടുക്കുകയാണ് വിഷയം. സൂറത്തുൽ അഹ്സാബിലെ 28-29 വചനം, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ ഫതഅലൈൻ ഉമത്തിഉകുന്ന വഉസരിഹുകുന്ന സറാഹൻ ജമീലാ. നബിയെ, ഭാര്യമാരോട് പറഞ്ഞേക്കൂ, അവർക്ക് ഭൗതിക ജീവിതത്തിലെ സുഖവും അതിലെ അലങ്കാരവുമാണ് ആഗ്രഹമെങ്കിൽ അവരോട് പറയൂ, ഫതഅലൈൻ, നിങ്ങട്ട് വന്നോളൂ, ഉമത്തിഉകുന്ന, ഞാൻ നിങ്ങൾക്ക് സകല സുഖങ്ങളും നൽകാം. അടുത്ത വാചകം എന്താ? വഉസരിഹുകുന്ന സറാഹൻ ജമീല, മനോഹരമായി ഞാൻ നിങ്ങളെ പറഞ്ഞു വിടും ചെയ്യും. നമുക്ക് നിങ്ങളെന്ത് വേണ്ട? റസൂലുള്ളാഹിക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത രീതി അതാ. ദീനിന്റെ വിഷയത്തിൽ അവിടെ നിൽക്കണം, ആണത്തുള്ള ചെറുപ്പക്കാരൻ. തീർന്നോ? എന്നിട്ട് അടുത്ത വാചകം അല്ലാഹു തആല പറയാണ്,
വഇൻ കുൻതുന്ന തുരിദുനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അളീമാ. അല്ലയോ പ്രിയപ്പെട്ട എന്റെ ഭാര്യമാരെ, നബി പറയാനുള്ളത്, നബിയോട് പറയാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണോ, അവന്റെ റസൂലിനെ ഇഷ്ടമാണോ, ദാറുൽ ആഖിറത്ത് നന്നാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അളീമാ, നിങ്ങളിൽ നിന്ന് സൽവൃദ്ധകളായ അടിമകൾക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലം നൽകാൻ പോകുന്നുണ്ട് കേട്ടോ. ഒറ്റ വാചക ഒക്കെ അടങ്ങി. ശരി, അതാണ് അതിന്റെ ശൈലി. പക്ഷേത് കാര്യമാണ് പറഞ്ഞു. റസൂലിനെ വിളിച്ച് പറഞ്ഞതാ, അള്ളാഹ് ഖുർആൻ ഇറങ്ങി നിങ്ങളുടെ വിഷയത്തിൽ ഇതാണ് സംഗതി, എന്താ വേണ്ടത് തീരുമാനിച്ചു. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തെറ്റ് ചെയ്യാൻ വേണ്ടി മനസ്സ് കൊതിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് കൂടുതൽ വരേണ്ടത്. തെറ്റ് ചെയ്യാൻ വേണ്ടി മനസ്സിങ്ങനെ കൊതിക്കും, ആ സമയത്ത് ഇങ്ങനെ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ വരിക, മൂപ്പര് വന്നിട്ട് നബിനോട് അനുവാദം ചോദിക്കുക. എന്തിനാ അനുവാദം എന്നറിയാം? എന്തിനാ? മൂപ്പർക്കൊന്ന് വ്യഭിചരിക്കണം, നല്ല സുഖമുള്ള ഏർപ്പാടാണ്. നബിനോട് വന്ന് അനുവാദം ചോദിക്കുക, നബി ഒന്ന് വ്യഭിചരിക്കാൻ അനുവാദം തരണം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബിന്റെ അടുത്ത് ഇയാൾ പറഞ്ഞു, ഇദൻ ലീ ബിസ്സിന, ചില വ്യഭിചരിക്കാൻ അനുവാദം തരണം. ആൾക്കാരൊക്കെ പാടെ മൂപ്പരെ മേലെ ചാടി വീണു. എന്തൊരു ഉളുപ്പില്ലാത്ത വർത്താന! അള്ളാഹുന്റെ റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ടാണ് അവിടെ വ്യഭിചരിക്കാൻ അനുവാദം. നിങ്ങൾ ആലോചിക്കുക, എന്തായിരിക്കും അവസ്ഥ? നമ്മോട് ഒരാൾ വന്നു കണ്ടു, എല്ലാരും കൂടി ചാടി വീണു. നബി എല്ലാരും കൂടി പിടിച്ചു വെച്ചു. എന്താണോ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്നിട്ട് നബിയോട് ഇങ്ങോട്ട് വാ, ഉദുനു സദന മിൻഹു ഖരീബൻ. നബിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. നബിയോട് ഇരിക്കാൻ പറഞ്ഞു. ഓനിരുന്നു. നബി ചോദിക്കാൻ തുടങ്ങി. ചോദ്യമാണല്ലോ നമ്മളെ വിഷയം, ഡയലോഗാണ്, സംസാരമാണ്, സംഭാഷണമാണ്. നബി ചോദിച്ചു, അതുഹിബ്ബുഹു ലി ഉമ്മിക, മോനെ നിന്റെ ഉമ്മാനെ ഞാൻ കൊണ്ടു നിർത്തേ, ആ പണിക്ക് പറ്റുമോ? പറ്റൂല, പഠിച്ചാ പറ്റൂ. അടുത്ത ചോദ്യം. അപ്പൊ നബി പറഞ്ഞു, വലന്നാസു യുഹിബ്ബൂനഹു ലി ഉമ്മഹാതിഹിം, എടോ ഓരൊറ്റ മനുഷ്യനും അവരുടെ ഉമ്മനെ വ്യഭിചരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ നീ വ്യഭിചരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും പെണ്ണുമായിട്ട് വ്യഭിചരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ആരുടെയെങ്കിലും എന്തായിരിക്കും? ഉമ്മയായിരിക്കും. നബി അടുത്ത ചോദ്യം, അതുഹിബ്ബുഹു ലി ഇബ്നതിക, എടോ നിന്റെ മോളെ കൊണ്ടുവന്നിരട്ടെ ഈ പണിക്ക്? വീട്ടിൽ പറഞ്ഞു, പടച്ചോനെ വേണ്ടട്ടോ റസൂലേ. റസൂല് വീണ്ടും പറഞ്ഞു, എടോ വലന്നാസു യുഹിബ്ബൂനഹു ലി ബനാതിഹിം, ആരും അവരുടെ മക്കൾ വ്യഭിചരിക്കപ്പെടുന്നത് ആർക്കും ഇഷ്ടമല്ല. അപ്പൊ നീ വ്യഭിചരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ആരുടെയും എന്തായിരിക്കും? മകളായിരിക്കും. റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം, അതുഹിബ്ബുഹു ലി ഉഖ്തിക്, എടോ നിന്റെ സഹോദരനെ കൊണ്ടുവന്നിരട്ടെ ഈ ഏർപ്പാടിന്? ഇവന് സഹിക്കാൻ പറ്റിയില്ല. ഇവൻ പറഞ്ഞു, ലാ വല്ലാഹ്, വേണ്ട പടച്ചോനെ റസൂലേ, വേണ്ട. അപ്പൊ നബി പറഞ്ഞു, എടോ നീ വ്യഭിചരിക്കുകയാണെങ്കിൽ നീ ആലോചിക്കണം, അതാരുടെയെങ്കിലും സഹോദരിയായിരിക്കും. വീണ്ടും നബി ചോദിച്ചു, അതുഹിബ്ബുഹു ലി അമ്മതിക, നിന്റെ ഇളയമനെ കൊണ്ടുവന്നിരട്ടടോ, ഉമ്മാന്റെ സഹോദരനെ കൊണ്ടുവന്നിരട്ടെ. അവൻ പറഞ്ഞു, പടച്ചോനെ വേണ്ട, ഒരിക്കലും എനിക്ക് വേണ്ട. നബി പറഞ്ഞു, എന്നാ ആലോചിച്ചോ, ഇതാണ് അവസ്ഥ, ഒന്നുകിൽ ആരുടെയെങ്കിലും ഇളയമയിരിക്കും. വീണ്ടും നബി ചോദിച്ചു, എടോ നിന്റെ അമ്മായിനെ കൊണ്ടുവന്നിരട്ടെ, അമ്മായി എഴുതി ചെയ്തോ പരിപാടി? ഇവൻ പറഞ്ഞു, വേണ്ടല്ല റസൂലേ, വേണ്ട. അപ്പൊ നബി പറഞ്ഞു, ഇതാണോ അവസ്ഥ, ആരുടെയെങ്കിലും അമ്മായിമാരായിരിക്കും നീ വ്യഭിചരിക്കുന്ന ഒരു പെണ്ണ്. അവൻ ശാന്തമായി അവന്റെ തലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു വതഹ്ഹിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു, അല്ലാഹുവേ ഇവനെ നീ പുറത്തു കൊടുക്കണമേ, ഇവന്റെ മനസ്സിനെ നീ പരിശുദ്ധമാക്കണമേ, അവന്റെ ലൈംഗിക അവയവത്തെ നീ ശുദ്ധിയാക്കണമേ. എന്താ സംഗതി? അവൻ പറയണത് എന്താ അറിയോ? ഇനി അടുത്ത വാചകം, എന്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലില്ല. ആ രീതി നോക്കൂ, അതിമനോഹരം. ഇത് അള്ളാൻ റസൂല് പഠിപ്പിച്ച രീതിയാണ്. ഇനി സഹാബികളുടെ ജീവിതത്തിലേക്ക് വന്നു നോക്കൂ. സഹാബികളൊക്കെ പലപ്പോഴും ഉണ്ടായ അനുഭവങ്ങളാണ്. പ്രത്യേകിച്ച് യുദ്ധത്തിനൊക്കെ പോണ സമയത്ത് ഒരുപാട് കഥകളുണ്ട്, സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് സംഭവം നമ്മൾ ശരിക്കും മനസ്സിലാക്കണ്ട. ഭയങ്കരമായി തബൂക്ക് യുദ്ധത്തിന് പോണ സമയത്ത് കാരൊക്കെ അങ്ങനെ പൊഴുത്തു നിൽക്കുക, പെരും ചൂടാണ്, കാരൊക്കെ പൊഴുത്ത് നിൽക്കുക. ആ അറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും?
നശിച്ചു. റസൂലുള്ള യുദ്ധത്തിന് വിളിച്ചു, ആകെ പ്രശ്നമാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ചില രംഗം ഹദീസിൽ കാണാം. വീട്ടിലേക്ക് ഇങ്ങനെ ചെന്നു, ആകെ ബേജാറായിട്ട്. അബൂദർ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, നിസ്കരിച്ചാലുള്ള ഫജ്ർ ജമാഅത്തിന്റെ നിസ്കരിച്ചാലുള്ള ഫളായിലുകളുള്ള ഹദീസുകൾ നമ്മളെ മനസ്സിലുണ്ടല്ലോ. ഫജ്ർ നിസ്കരിച്ചാൽ അന്ന് അവൻ മുഴുവൻ അള്ളാന്റെ റിമ്മത്തിലാണ് അല്ലെ. ഫജ്ർ നിസ്കരിച്ചു തുടങ്ങിയാൽ അവന്റെ ജീവിതത്തിൽ അന്ന് മുഴുവൻ അള്ളാഹുവിന്റെ ബർക്കത്തുകൾ കിട്ടും. ഈ രണ്ട് ഹദീസ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ വേണം. എനിക്ക് അള്ളാന്റെ റിമ്മത്ത് വേണോ, സംരക്ഷണം വേണോ, അള്ളാന്റെ ബർക്കത്ത് വേണോ, വേണ്ടേ ഒരു 4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ എന്താവും? അങ്ങോട്ട് ശരിയാവും. ഈ രൂപത്തിലുള്ള സംഭാഷണം വേണം. 9ാമത്തെ വിഷയം, നമ്മൾ നമ്മുടെ മനസ്സിനെ ഉത്തമമായ മാതൃകകളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഉത്തമമായ മാതൃകകൾ ജീവിതത്തിൽ ഒരുപാട്, ചരിത്രത്തിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു പാഠമാകുന്ന രൂപത്തിൽ അതിലൂടെ നമുക്ക് പുറത്തു വരാൻ സാധിക്കണം. ഒരു മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്, ഇപ്പൊ എന്റെ ഓരോരുത്തരും ഓരോ മനസ്സിന്റെ പ്രത്യേകത, ഞാൻ അയാളെക്കാൾ നന്നാകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എല്ലാ വിഷയത്തിലും, ദുനിയാവിലെ ആഖിറത്തിന്റെ ഒക്കെ വിഷയത്തിൽ, ദുനിയാവിലെ ആഖിറത്തിന്റെ ഒക്കെ വിഷയത്തിൽ അങ്ങനെയാണ്. അപ്പൊ എന്ത് വേണം? ഞാൻ അവനേക്കാൾ നന്നാകണം എന്ന എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹത്തെ നമ്മൾ വളർത്തണം. നന്നാകണം. അപ്പൊ പിന്നെ ആരെ മാതിരിയാകണം ഞാൻ? അപ്പൊ നമ്മുടെ മുമ്പിൽ കുറെ മാതൃകകളുണ്ട്. ആ മാതൃകകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. കണ്ടോ, അയാൾ എന്തുമാത്രം പണം ചെലവാക്കുന്നുണ്ട്, ഞാനും വേണ്ട അയാളെ മാതിരിയാകുക. ഇതിട്ട് കുറെ പൈസ ഉണ്ടല്ലോ, പക്ഷെ ഞാനെന്താ ചെയ്യണം? ഓരോന്നും നോക്കിയാൽ അങ്ങനെ കണ്ട് മാതൃകകൾ വരണം. നിസ്കരിക്കാൻ ഇങ്ങനെ മടി വരുമ്പോൾ ഉമ്മ മക്തും നമ്മളെ മനസ്സിൽ ഇങ്ങനെ വേണം. ഏതോ ഉമ്മ മക്തും? കണ്ണില്ലാത്ത വയസ്സനായ, വടി കുത്തിപ്പിടിച്ചു പോകേണ്ട, കൂടെ കൊണ്ടുപോകാൻ ആൺകുട്ടികളൊന്നും ഇല്ലാത്ത, വേലക്കാരനില്ലാത്ത, എന്നിട്ട് റസൂലുള്ള സമ്മതിച്ചില്ല. അപ്പൊ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരണം. അപ്പൊ അബൂബക്കർ സിദ്ദീഖിനെ ഇങ്ങനെ ഓർമ്മ വരണം നമുക്ക്. ധനം ചെലവഴിക്കുന്നു അല്ലെ. ഉമർ ഇബ്നുൽ ഖത്താബ് അബൂബക്കർ സിദ്ദീഖിനോട് മത്സരിച്ചു, പക്ഷെ മത്സരിച്ചിട്ട് എന്തായി? തോറ്റുപോയി. നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരണം. ആ മാതൃകകൾ ഖുർആൻ ആ രീതി ഒരുപാട് പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ ഇങ്ങനെ പരിശോധിച്ചാൽ കാണാം, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. എന്തിനാ പറഞ്ഞത്? ഇബ്രാഹിം പോയില്ലേ, എന്തിനാ പറഞ്ഞത്? ഇബ്രാഹിം നബി ഖാനിത്തായിരുന്നു, അടങ്ങി ഒതുങ്ങി ക്ഷമിച്ച് ഹനീഫായിരുന്നു, നേർക്കുനേരെ അള്ളാഹുവിനോട്. വലം യകു മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കായിരുന്നില്ല. ഷാക്കിറൻ ലി അൻഅമിഹി, ഇബ്രാഹിം നബിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ശുക്ർ പറയുന്നവനായിരുന്നു. സൂറത്തുൽ നഹ്ലിലെ 120, 121 വചനങ്ങളാണ്. എന്തിനാ നമ്മൾക്ക് ഇബ്രാഹിം നബി നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരണം? ഇബ്രാഹിം നബി അള്ളാന്റെ ഖലീല, എന്നിട്ട് പോലും ഇബ്രാഹിം നബി ഇങ്ങനെ ആയിരുന്നു, അപ്പൊ ഞാൻ എങ്ങനെയാകണം? നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ശക്തിയിലുണ്ടായി വരണം. അപ്പോ നമ്മുടെ മനസ്സിന് ആവേശമുണ്ടാകും, ശക്തിയുള്ള ഈമാനോടുകൂടിയുള്ള ആവേശമുണ്ടാകും. അയാൾ ചെലവഴിച്ചിട്ട് ആരും അറിയുന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര സഹാബികളുടെ സംഭവങ്ങളാണെന്നറിയോ? മരിച്ച ശേഷമാണ് അവർ ചെയ്തിരുന്നൊക്കെ അറിയണത്. മരിച്ച ശേഷം ഒരു ഭാഗം മുഴുവൻ പട്ടിണിയായപ്പോ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ ഇപ്പൊ അവിടെ കിട്ടുന്നില്ല. എന്തേ കിട്ടാതായത്? ഇപ്പൊ മരിച്ചു. എത്ര ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട് അങ്ങനത്തെ. മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ് അറിയണത് അല്ലേ? അലി റളിയല്ലാഹുവിന്റെ മകന്റെ മയ്യത്ത് കുളിപ്പിച്ചപ്പോ കണ്ടില്ല, നിറയെ ഈ എന്താ പറയാ തഴമ്പായിരുന്നു. എന്താ പറയാ, ചാക്ക് കെട്ടിയ തഴമ്പ. ഏത്? അങ്ങാടിയിലെ പോട്ടറായിട്ടല്ല, പാവപ്പെട്ട വീടുകളിലേക്ക് അരിയും സാമാനവും പൊടിയൊക്കെ കൊണ്ടുകൊടുത്തിട്ട്. ഇതെന്താ വെച്ചാൽ ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകണം. ഞാൻ എന്താ ചെയ്തത്? നമ്മൾ എന്താ ചെയ്യുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കി. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കണം മനുഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെയൊക്കെ വന്നിങ്ങനെ നോമ്പിനും അല്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ വരുന്ന കുറെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരു മനുഷ്യനെങ്കിലും അവരുടെ വാക്കുകൊണ്ട് ഇസ്ലാം കിട്ടണം എന്ന് അവരുടെ പൂരിയാണ് ആഗ്രഹമാണ്. നിങ്ങൾ ആലോചിച്ച് നമ്മൾ പാരമ്പര്യ മുസ്ലിമാ. ഒരു മനുഷ്യനെങ്കിലും എന്റെ നാവ് കൊണ്ട് ഇസ്ലാം കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചോ? അവരെ മനസ്സിൽ നിങ്ങൾ ആലോചിക്കൂ, അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുവാണ്. എത്ര മനുഷ്യന്മാരാണ് അവരെ കൊണ്ട് ഹിദായത്തിലാകുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി ആലോചിച്ച് നോക്കും. അപ്പൊ നമ്മളെ മനസ്സിൽ ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ നമ്മൾ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അതാണ് 9ാമത്തെ വിഷയം, വലിയ വിഷയമാണ്. 10ാമത്തെ കാര്യം, നാം
ചരിത്രം വായിക്കണം, പ്രത്യേകിച്ച് സഹാബികളുടെ ചരിത്രം. അമ്പിയാക്കന്മാരുടെ ചരിത്രം ഏതായാലും വേണം, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ സഹാബത്തിന്റെയും താബികളുടെയും ഒക്കെ ചരിത്രം നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടായ ഒരുപാട് സംഭവങ്ങളും കഥകളുമുണ്ട്, അത് നമ്മൾ അറിയണം. ചുരുങ്ങിയത് ഒരു ദിവസം നമ്മൾ ഒരു ദിവസം ഒരു സഹാബിയുടെ ചരിത്രമെങ്കിലും വായിക്കണം. 1,00,000 സഹാബികളുണ്ട്, 1,00,000-ലധികം സഹാബികളുണ്ട്. കിട്ടാവുന്ന ചരിത്രം രേഖപ്പെടുത്തിയ സഹാബികൾ തന്നെയുണ്ട് ആയിരക്കണക്കിന്. നമ്മൾ വായിച്ചാൽ തീരൂല. നമ്മൾ വിചാരിക്കുക എവിടുന്നാ കിട്ടാന്ന്, വായിച്ചാൽ തീരൂല. ഒരാളുടെ ചരിത്രം ഒരു ദിവസം വായിക്കാൻ നമ്മൾ തീരുമാനിക്കണം. വീട്ടിൽ കൊണ്ടുപോയി വെക്കാം, ഉറങ്ങണ കിടക്കൻ്റെ അവിടെ ഒരു ബുക്ക് സഹാബികളുടെ ചരിത്രം, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ വായിക്കാം. ചരിത്രമാണ് മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും, സംഭവങ്ങളാണ്, കഥകളാണ്. നോക്കി നിങ്ങൾ അള്ളാൻ റസൂലിന്റെ രീതി അതായിരുന്നു. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, സഹീഹുൽ ബുഖാരിയിൽ 1-ാമത്തെ ഹദീസാണ്. വിഷയങ്ങൾക്ക് അറിയാലോ, നിയ്യത്തനുസരിച്ചാണ് എന്ത് പ്രവർത്തനങ്ങൾ. ഇഖ്ലാസ് വേണം, എന്നാലേ ശരിയാവുള്ളൂ. അതിനൊരു സംഭവം നബി പറയുന്നത് ഹിജ്റ പോകുന്ന കഥ, മനസ്സിലായി. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു നിർത്തിയില്ല. നബി ഒരിക്കൽ ഒരു കഥ പറഞ്ഞു. എന്തിനറിയോ കഥ? ഇഖ്ലാസ് പഠിപ്പിക്കാനുള്ള ഒരു കഥ. നിങ്ങൾക്കറിയാലോ, 3 ആളുകൾ ഒരു വഴിയിലൂടെ യാത്ര ചെയ്ത സംഭവം. മഴ പെയ്തു, ഒരു ഗുഹയിലേക്ക് മഴ വരാതിരിക്കാൻ വേണ്ടി കയറി നിന്നു. പെരും മഴ പെയ്ത് വെള്ളക്കൊലിച്ചു വന്നപ്പോൾ ഗുഹാമുഖം മൂടി. അടുത്ത് നിങ്ങൾ ആലോചിച്ചു, റസൂലുള്ള പറയാണ് സമൂഹത്തോട് ഒരു സംഭവം, ഒരു കഥ പറയാം. എന്ത് പഠിപ്പിക്കാനാ? നിങ്ങൾ ആലോചിക്കും, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നുള്ള ഹദീസാണ് നമ്മൾ പഠിച്ചു. പക്ഷേ ആ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് നമ്മളുടെ മനസ്സിലുണ്ടാക്കിയതിനേക്കാൾ സ്വാധീനം അല്ലേ കഥ നമ്മൾ വായിച്ചു. ഒരാളിങ്ങനെ 3 ആളുടെ ചരിത്രമാണല്ലോ. ആ ആളുകൾ 3 സംഭവങ്ങൾ പറയാം, ജീവിതത്തിലെ പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ. ഒന്ന്, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത കുട്ടിയായിരുന്നു ഞാൻ വളരെ പ്രയാസപ്പെട്ട് ചെന്നപ്പോൾ മാതാപിതാക്കളൊക്കെ ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചോണ്ട് താഴെ പാല് കിട്ടും, അവിടെ ഇങ്ങനെ നിന്നു, ഉണരുന്നത് വരെ അവിടെ നിന്നു. എന്നിട്ട് ഉണർന്നപ്പോൾ എന്തായി? പാല് കൊടുത്തു. ഒരാൾക്ക് പറയാനുള്ളതാണ്. മറ്റേ ആൾ പറഞ്ഞു, ഞാൻ ഒരു തൊഴിലുടമയായിരുന്നു, ഞാനിങ്ങനെ കുറെ ആൾക്കാരെ കൂലിക്ക് വിളിച്ചതിൽ ഒരുത്തം കൂലി വാങ്ങിയില്ല, അവന്റെ കൂലി എൻ്റെ അടുത്ത് ബാക്കിയായി, ഓനെ കാണാനില്ല, എപ്പോഴെങ്കിലും തിരിച്ചു വരും എന്ന് വിചാരിച്ച് ഞാൻ അതിങ്ങനെ വളർത്തി വലുതായി. ഒരുക്കം വന്നപ്പോൾ കൂലി ചോദിച്ചപ്പോൾ ഞാൻ അത് കാണിച്ചു കൊടുത്തതാ, ഈ കാണുന്ന മൂലയിലുള്ള ആടൊക്കെ എന്റേതാണ്. ഇവൻ ചോദിച്ചു, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? ഞാൻ ആടുകൾ മുഴുവൻ അവന് കൊടുത്തു. 3-ാമത്തെ ആൾ പറഞ്ഞത് കുറച്ചും കൂടി രസകരമായ ഒരു കഥയാണ്, ഒരു പെണ്ണിന്റെ കഥ. അറിയാലോ സംഭവം, വിശദീകരിക്കണ്ട. നമ്മൾ ആലോചിക്കൂ, ഇത് 3ഉം പറഞ്ഞിട്ട് ഇവർ അള്ളാഹിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ ഞങ്ങൾ ഈ ചെയ്ത പ്രവർത്തനം, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ഹാദാ ലിബ്തിഗാഇ വജ്ഹിക ഫഫർജി് അന്നാ മാ നഹ്നു ഫീ. അല്ലാഹുവേ ഞാൻ ചെയ്ത ഈ പ്രവർത്തനം നിന്റെ പ്രീതി ആഗ്രഹിച്ച് മാത്രാണെങ്കിൽ ഈ ഗുഹയിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണേ. മാത്രാണെങ്കിൽ ഓരോരുത്തർ പ്രാർത്ഥിച്ചപ്പോഴും കുറേശ്ശെ പാറങ്ങനെ നീങ്ങുക. 3 ആളും കൂടി കഴിഞ്ഞപ്പോൾ മുഴുവൻ നീങ്ങി. നോക്കി നിങ്ങൾ, ഇഖ്ലാസ് നമുക്ക് മനസ്സിലായില്ലേ ശരിക്ക്? അള്ളാഹു റസൂൽ പ്രയോഗിച്ച രീതി നോക്കൂ. നമ്മൾ കുട്ടികളോട് ഇങ്ങനത്തെ ഹദീസിലൊക്കെ വന്ന ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്, സഹാബികളുടെ ചരിത്രത്തിൽ പറഞ്ഞു കൊടുത്താൽ നിങ്ങളൊരു ശക്തിയിലും വാശിയിലൊക്കെ കുട്ടികളോട് പറയുന്നതിനേക്കാൾ കുട്ടികളടക്കട്ടെ, നമ്മളൊന്നും ചേരാണ്ടേ. അപ്പൊ നമ്മളോട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനത്തെ ഒക്കെ പറയാം. ഈ രൂപത്തിലുള്ള സംഗതികൾ നമ്മൾ നടപ്പാക്കിയാൽ, 10 കാര്യങ്ങളാണ് ഞാൻ എണ്ണി പറഞ്ഞത്, നടപ്പാക്കിയാൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ അമലുകളിൽ നമുക്ക് ഈമാൻ ഉണ്ടാകും, ഇഹ്തിസാബ് ഉണ്ടാകും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു